ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തെന്നുണ്ടെങ്കിൽ ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ക്യാപ്സിക്കം, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കുറച്ച് നൂഡിൽസ് മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 2 കിലോ ചിക്കൻ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. 2 കിലോത്തിൽ കുറവുള്ളതെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചിട്ടിട്ടാൽ മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സ്റ്റെപ്പ് ആക്കിയിട്ട് പറഞ്ഞിട്ട് തരാം. വേണ്ടിയിട്ട് ഇങ്ങനത്തെ അത് പെരക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചട്ടിയും, നിങ്ങളതിൽ കുറച്ച് രീതിയിലുള്ള ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് എല്ലാം ഒന്ന് ഈ ഒരു പാത്രത്തിലേക്ക് കൂട്ടി കൊടുക്കാം. അപ്പം ഞാനിതിൽ പറയാൻ മറന്നത് ഇങ്ങനത്തെ റെഡ് ഫുഡ് കളർ, അത് പറയാൻ ഞാൻ വിട്ടുപോയി വെക്കാൻ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഫുഡ് കളർ ഇടാം. ഓക്കെ, കുറച്ച് ഫുഡ് കളർ ഇടാം. പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം ഒന്ന് മിക്സ് ആക്കാം. എല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ചിക്കൻ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂറെങ്കിലും അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതെല്ലാം എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിനെ ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മന്തി ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് പല സ്റ്റൈലിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ ഈ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റൈസ് ഉണ്ട്. അപ്പോൾ ബസ്മതിൻ്റെ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള അരി എടുക്കാം നമുക്ക്. ഞാൻ എടുക്കുന്ന ഈ അരിയാണ്. ഈ അരി ആവശ്യത്തിന് എടുക്കാം. ഇതൊന്നും അളവ് പറയുന്നില്ല, വീട്ടിലെ അംഗത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്ര അരി എടുത്തിട്ടുണ്ട്. ഇത് കയറ്റൊന്ന് കുതിരാക്കാൻ വെക്കാം നമുക്ക്. എല്ലാം കയറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇവിടെ കുതിരാൻ വെക്കുന്നു. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതിനുള്ള ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ പാത്രത്തിൽ കുറച്ച് വേവിച്ചെടുക്കും, കുറച്ച് ഉപ്പ്, പിന്നെ ഞാനത് സ്റ്റിക്കാവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഒന്ന് സ്റ്റിക്കാവുന്നതിന് വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇനി നമുക്കിത് അടുപ്പിലേക്ക് തിളപ്പിക്കാം. അടുപ്പിലിട്ടിട്ട് ഗ്യാസ് മാറ്റിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ ഇതിലേക്ക് പട്ട ഗ്രാമ്പെല്ലാം ഇടാറുണ്ട് എല്ലാവരും. ഞാനിടുന്നില്ല, എനിക്കത് എടുക്കുന്ന കടിക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് ഞാൻ വെറും ഇതിന് മാത്രം തിളപ്പിച്ചെടുക്കുന്നത്. ഇത് തിളക്കുമ്പോൾ നമുക്ക് അരിയിടാം. അരി അടവുമ്പോൾ നമുക്കില്ലേ കുക്കറിലേക്ക് ചിക്കനെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഒരു കുക്കർ എടുത്തിന് ചിക്കൻ സെറ്റ് ചെയ്യുന്ന കാണിക്കാൻ. ഓക്കെ, ചിക്കനെല്ലാം സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുള്ള മന്തിക്ക് ഇങ്ങനത്തെ സെറ്റ് ചെയ്തതിൻ്റെ മീത്തൊക്കെ നമുക്ക് കുറേ ഒന്നും വേണ്ടിട്ടോ. ഞാൻ കുറേ ഒന്നും വയ്ക്കില്ല. ചില ആളിങ്ങനെ കുറേ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെരക്കി വെക്കുമ്പോൾ കുറച്ച് വെച്ചിനല്ലോ, ഓയിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ഒന്നും വയ്ക്കുന്നില്ല. നമ്മൾ ചിക്കൻ പെരക്കുമ്പോൾ ഓയിൽ വെച്ചിനല്ലോ, അതുകൊണ്ട് കുറച്ച് വയ്ക്കുന്ന കുറച്ച് വെച്ചിട്ട് എത്ര ചൂടായി നോക്കാം. ചൂടായിട്ട് ഈ ഒരു ചൂട്ടിലേക്ക് നമ്മൾ കുറച്ചൊരു അരമുറി ലെമൺ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ലെമണിൻ്റെ ജ്യൂസ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാനാണ്, കുറച്ച് ടേസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് ലെമണിൻ്റെ ജ്യൂസാണ്. ഇപ്പോൾ വെള്ളം നല്ല തളിച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ തളിച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ട്. അതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഗ്യാസ് മതി ഈ ഒരു. ഓക്കെ,
ഇത്ര നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കാം. ഒരു വിസിലായിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇനി ഇതിന്റെ വിസിലിന്റെ കാറ്റെല്ലാം ഓട്ടോമാറ്റിക് നന്നായിട്ട് അയക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് കാറ്റെല്ലാം പോവാന് വെയിറ്റ് ആക്കാം. പോയിട്ടുണ്ടാവും തുറന്നോ എന്താ അവസ്ഥയാണ്. അങ്ങനെ അവസ്ഥ നല്ല പുക പൊടിച്ചിട്ടുണ്ട് നമ്മളെ അരിയല്ലോ. ഇതൊന്നും എടുത്ത് മാറ്റാം. കുറച്ച് ടാസ്ക്കാണ്, ചൂടാണ്. മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേറൊരു ഇതിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. അതിന് മൈനസും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല അടിപൊളി മന്തി സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പുരയിൽ ട്രൈ ആക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്കും ഷെയറും കമന്റെല്ലാം സബ്സ്ക്രൈബെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അടുത്തോളം ബൈ ബൈ, സി യു, ടാറ്റ.